മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജി തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. നാളെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ പ്രധാനമായിട്ട് പറയുന്നത് ബലാത്സംഗം നടന്നിട്ടില്ല, അതോടൊപ്പം തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ഈ പരാതിയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കള്ളമാണ് എന്നുള്ള വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. നാളെ കോടതി ഇത് പരിഗണിക്കും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന മുറയ്ക്കായിരിക്കും ഈ കേസിനകത്ത് വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഈ മാസം 24-ാം തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരുകയാണ്. ഇതിനകത്ത് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിനകത്ത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, ഇനിയും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുണ്ട്, സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷണവുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു കാര്യത്തിൽ ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ള വാദം പ്രോസിക്യൂഷൻ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ വാദിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ബലാത്സംഗം നടന്നിട്ടുണ്ട്, യുവതിയുടെ സമ്മതപ്രകാരമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, അതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. അപ്പോൾ കോടതിയും ആ രീതിയിൽ തന്നെ ഈ പറയുന്ന നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. എന്തായാലും അല്പസമയം മുമ്പാണ് രാഹുലിന്റെ അഭിഭാഷകൻ അഭിലാഷ് ചന്ദ്രൻ അടക്കമുള്ള അഭിഭാഷകർ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ നൽകിയത്. നാളെയായിരിക്കും കോടതി ഇത് പരിഗണിക്കുക. അതിനുശേഷം മറ്റന്നാൾ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കും മുമ്പാകെ വരും. അതിനുശേഷം ഇതിനകത്ത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം തുടരും. സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ടായതുപോലെ തന്നെ രാഹുലിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വലിയ തരത്തിലുള്ള വാദമുഖങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും.